എന്തൊക്കെ പുതിയ പലഹാരങ്ങൾ വന്നാലും മലയാളികൾക്ക് ഇങ്ങനെയുള്ള നാടൻ പലഹാരങ്ങളൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ശർക്കര ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കരയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ഉരുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ശർക്കരപ്പാനി എന്തായാലും അരിച്ചെടുക്കണം കേട്ടോ. ശർക്കരയിൽ ചെറുതായിട്ട് കല്ലും അതുപോലെ തന്നെ മണലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമ്മൾ വെള്ളം വാർത്ത് എടുത്തിട്ടുള്ള ഒരു അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അപ്പോൾ പകുതി അരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരക്കാൻ ആവശ്യമായിട്ടുള്ള ശർക്കര പാനി കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളത്തിൽ ഇത് അരച്ചെടുക്കരുത്. ഈ ഒരു അരിയുടെ അതേ ഒരു ലെവലിൽ തന്നെ നിന്നാൽ മതി കേട്ടോ വെള്ളം, അതായത് ശർക്കര പാനി. അല്ലെങ്കിൽ അരിഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം ഇത് അരച്ചെടുക്കാൻ, എന്നാലേ ഉള്ളൂ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ചെറിയൊരു തരി ഉണ്ടാവും കേട്ടോ അരച്ചെടുക്കുന്ന സമയത്ത്. ആ ഒരു രീതിയിൽ തന്നെ അരച്ചെടുത്താൽ മതി. ഒരുപാട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് എന്തായാലും നമ്മൾ ശർക്കരപ്പാനിയിൽ അരച്ചെടുക്കുമ്പോൾ കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മളിവിടെ 3 മൈസൂർ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുപഴം ചെറുതാണെന്നുണ്ടെങ്കിൽ 3 എടുക്കുക. നല്ല വലിയ പഴമാണ് ആണെന്നുണ്ടെങ്കിൽ ഒരു 2 പഴം എടുത്താൽ മതി. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 2 പഴം ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അങ്ങ് അരച്ചെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് അടുത്ത പ്രാവശ്യം അരച്ചെടുക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ അങ്ങ് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മിക്സിയിലുള്ള മാവും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകുന്നോളും. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് മൈദയും ഒരു 1/4 ടീസ്പൂണ് ഉപ്പും, നമ്മൾ മധുരമുള്ള എല്ലാത്തിലേക്കും ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കണമല്ലോ, അതൊന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും 1/4 ടീസ്പൂണ് ചുക്കുപൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ആണ് കേട്ടോ ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് എല്ലാം കൂടെ യോജിച്ച് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ലൂസിലാണ് കേട്ടോ ഇപ്പോൾ മാവുള്ളത്. പുണ്യപ്പത്തിൻ്റെ മാവിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇപ്പോൾ മാവുള്ളത്. ഇനി നമ്മളിതൊരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് നമ്മളിത് തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ആ ഒരു സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 1-2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. കാരണം 6 മണിക്കൂർ കഴിയുമ്പോൾ ഈ ഇതിലുള്ള തരിയൊക്കെ ഒന്ന് കുതിർന്നിട്ട് കുറച്ച് തിക്കാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, ഞാനിപ്പോൾ മാവ് 6 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. 6-7 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ മാവ് കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു പാന് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 1/3 കപ്പ് തേങ്ങ കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ഇതുപോലെ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുത്തിട്ട് വറുത്തെടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണ് എള്ളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു കളറായിട്ട് കഴിഞ്ഞാൽ നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിക്കുന്ന സമയത്ത് ഇത് ചൂടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കണം കേട്ടോ. കാരണം ഇത് ഒഴിക്കുന്ന സമയത്തുള്ള നല്ല ചൂടുണ്ടായതുകൊണ്ട് ആ ഒരു മാവ് ആ ഒരു ഭാഗം വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് ഒഴിച്ച ഉടനെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം കേട്ടോ. ചൂടില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ചൂടാറിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചൂടോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിലൊക്കെ ഒഴിച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഉണ്ണിയപ്പം ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടാൻ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്നൊന്ന് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മാവ് ഒരു ഗ്ലാസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ കുഴിയിലേക്കോ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ഉൾഭാഗം ഒന്നും വേവാത്ത പ്രശ്നമൊന്നും വരില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ദയ്യൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇത് ഇത്രയോളം നമ്മുടെ അടിപൊളിയായിട്ടുള്ള നാടൻ ടേസ്റ്റിലുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല വിധത്തിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ടേസ്റ്റാണ് കേട്ടോ ഒരു നാടൻ രുചി കിട്ടുന്നത്. ഇതിലേക്കുള്ള എല്ലാ ഒരു ചേരുവകളൊക്കെ ചേർത്തിട്ട് അരിയൊക്കെ അരച്ചുണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അതാ കണ്ടല്ലോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്